അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അർജുൻ എന്ന സഹോദരൻ കാണാതായിട്ട് ഇന്നേക്ക് 13 ദിവസം തികയുകയാണ്. കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ പറയട്ടെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ പലരും ഇതുപോലെയുള്ള ഡ്രൈവർ ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ബസ്സുകളിലും അതുപോലെ തന്നെ വലിയ വലിയ ലോറികളിലും ട്രക്കുകളിലുമൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാർ. അതൊരു പക്ഷേ നമ്മുടെ അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം, നമ്മുടെ സഹോദരനായിരിക്കാം, ആരുമായിരിക്കാം. ഇത്തരം ആളുകളൊക്കെ ബസ്സിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാർ അതിരാവിലെ എഴുന്നേറ്റുകൊണ്ട് വളയം പിടിച്ച് രാത്രി ഏറെ വൈകിയിട്ടാണ് ഇവരൊക്കെ ജോലി അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ബസ്സിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ആളെ കാണുമ്പോൾ ഒരു ഹീറോ പരിവേഷമാണ് നൽകുന്നതെങ്കിലും അത്ര വലിയ സുഖകരമായ ഒരു ജോലിയല്ല ഡ്രൈവർ ജോലി എന്ന് പറയുന്നത്. ബസ്സിലായിരുന്നാലും ലോറിയിലായിരുന്നാലും ഏത് വണ്ടിയിലായിരുന്നാലും ഇത്തരം ജോലികളെന്ന് പറയുന്നത് കടുത്ത ശാരീരിക അസ്വസ്ഥതയും അതിലുപരി തന്നെ നല്ല കായികക്ഷമതയും വേണ്ട ഒരു ജോലി തന്നെയാണ്. കാണുന്നവർക്കൊരു പക്ഷേ ഇതൊരു സിമ്പിൾ ജോലിയായി തോന്നുമെങ്കിലും സ്വന്തം ജീവനും മറ്റൊരുപാട് ജീവനുകളും പണയം വെച്ചുകൊണ്ടാണ് ഇവർ ഈ വളയം പിടിച്ചുകൊണ്ട് ഈ സാഹസത്തിന് മുതിരുന്നത്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്ന പലരും ആ കുടുംബങ്ങളിലുള്ളവരോട് ചോദിച്ചാൽ നമുക്കറിയാം, വലിയ വലിയ ലോറികളിലും കണ്ടെയ്നറിലൊക്കെ പോകുന്ന ആളുകൾ മിക്കതും രാത്രി അധികം ഉറങ്ങാറില്ല. ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്നവർ. പലപ്പോഴും വിജനമായ കാട്ടുപ്രദേശങ്ങളിലൂടെയും ഒഴിഞ്ഞ ആളില്ലാത്ത പ്രദേശങ്ങളിലൂടെയും മണിക്കൂറുകളോളം, കിലോമീറ്ററുകളോളം ദൂരം യാത്ര ചെയ്യേണ്ടവരാണ് ഇത്തരം ഡ്രൈവർമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമ്മുടെ വീടുകളിൽ നിന്ന് ഇത്തരം ജോലിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഇവർ പലരും തിരിച്ചു വരുന്നത് പാതിരാത്രി സമയത്തായിരിക്കും. അപ്പോഴായിരിക്കും ഒരു പക്ഷേ ചരക്കുകൾ എത്തേണ്ടിടത്ത് എത്തുകയും തിരിച്ചു വരാൻ കഴിയുന്നതും ആ ഒരു സമയത്തായിരിക്കാം. ഏതായിരുന്നാലും ഒരിക്കലും നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്നവർ ഇറങ്ങിപ്പോകുന്ന സമയത്ത് നമ്മളൊരിക്കലും എന്തെങ്കിലും പരിഭവങ്ങളോ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ വെച്ചുകൊണ്ട് തന്നെ തീർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ സഹോദരന്മാരെ നമ്മൾ പറഞ്ഞയക്കേണ്ടത്. കാരണം ഈ ജോലി ചെയ്യുന്നവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും നമുക്ക് നൽകാൻ കഴിയില്ല. ഞാൻ ഇങ്ങനെ ഒരു സംഭവം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇത് പറയുന്നത്, മറിച്ച് ഇതാർക്കും സംഭവിക്കാം. പക്ഷേ ഇത്തരം ആളുകൾ പലപ്പോഴും യാത്ര ചെയ്യുന്നത് വിജനമായ വഴികളിലൂടെയാണ്. ആരാരുമില്ലാത്ത ഒഴിഞ്ഞ കാട്ടുപ്രദേശങ്ങളിലൂടെയും ഉൾവനങ്ങളിലൂടെയുമൊക്കെ ലോറിയുമായി കടന്നു പോകുന്ന ഒരുപാട് സഹോദരന്മാർ ഈ ജോലി ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാതെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഈ സഹോദരന്മാരെ നിങ്ങളെ യാത്രയാക്കേണ്ടത് നിറഞ്ഞ പുഞ്ചിരിയോടുകൂടെയാണ്. വീട്ടിൽ കുടുംബങ്ങളിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം പോകുന്നതിന് മുമ്പായിട്ട് പറഞ്ഞ് ഒത്തുതീർപ്പാക്കി വളരെ സന്തോഷത്തോടെ, മനസ്സ് നിറച്ച് സന്തോഷത്തോടെ വേണം അവരെ പറഞ്ഞയക്കാൻ. ഇനി ഇത്തരം ദുരന്തങ്ങളും ഇത്തരം അപകടങ്ങളും നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.